നിൻ്റെ ഡ്രസ്സ് ആണെങ്കിലേ ഇനി നീ പൊക്കോ, ഇപ്പോൾ ബെല്ലടിക്കും. പിന്നെ അധികം ഇങ്ങോട്ട് വരണ്ട, പഴയ പോലെയല്ല, ഇപ്പം നിൻ്റെ ഭാര്യ, എൻ്റെ കൺട്രോള് പോവും. എന്തൊക്കെയാ പറയുന്നത് സാർ? ഇത് കോളേജാ, ഞാൻ പോവാ. സഞ്ജോട്ട് വരുവാണെങ്കിൽ ഞാൻ അന്വേഷിച്ചൊന്ന് പറഞ്ഞേക്കാം. അതെ, ഞാൻ പറഞ്ഞോളാം. പിന്നെ ആരും ഇല്ലാത്തപ്പോൾ എന്നെ ദയവേട്ടാന്ന് വിളിച്ചാൽ മതി. ശരി സാർ. ശരി ദേവേട്ടാ, ഓക്കെ, ഞാൻ അങ്ങനെ എന്നെ വിളിച്ചോളാം. ഇപ്പം ഞാൻ പോവാന്നേ, ഞാൻ ഇൻ്റർവെല്ലിന് വരാം. വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും, എന്നിട്ട് പൊക്കിക്കൊണ്ട് വരും. ഫുഡ് എൻ്റെ കൂടെ കഴിക്കാം. സഞ്ജു ഉണ്ടല്ലോ, നമുക്ക് മൂന്നാൾക്കും ഒരുമിച്ച് കഴിക്കാം. ശരി ശരി, ഇനി ഇവിടെ സംസാരിച്ചുകൊണ്ടെന്ന് ശരിയാവില്ല. ഞാൻ പോവാന്നേ, ഉച്ചയ്ക്ക് ഞാൻ വന്നോളാം. ആ, നിങ്ങൾ നേരത്തെ വന്നായിരുന്നോ? പാറു, സുഖമല്ലടാ നിനക്ക്? ആ, ഞങ്ങൾ ഒരു 10 മിനിറ്റായി വന്നിട്ട്. അല്ല, നീ ഇപ്പോഴാണോ വരുന്നത്? സഞ്ജോട്ടാ, എനിക്ക് സുഖം. അവിടെ അമ്മായി, അമ്മാവൻ, മുത്തശ്ശൻ ഇവർക്കൊക്കെ സുഖമാണോ? അമ്മായി എന്നെ അന്വേഷിച്ചോ? അമ്മ എന്നും കേൾക്കും. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം, അച്ഛനറിയാതെ. പിന്നെ അവരുടെ കാര്യം നിനക്കറിയാലോ. അതൊക്കെ പോട്ടെ, ക്ലാസ് ഇല്ലേ നിനക്ക്? പൊക്കോ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ പോവാ. ഇതാ ബെല്ലടിച്ചു. ശരി, നീ ക്ലാസ്സിൽ പൊക്കോ. അതെ, ഇൻ്റർവെല്ലിന് ഇങ്ങോട്ട് വരണേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബായ്. പാറു, എന്തുവാ? കുറച്ച് വെള്ളത്തിൽ തുടുത്തിട്ടുണ്ടല്ലോ, എന്താണ് മോളെ? അതൊക്കെ പോട്ടെ, നിന്റെ അമ്മായിയപ്പനും അമ്മായിയമ്മ എങ്ങനെയാ? സ്നേഹമാണോ? സാറിപ്പോൾ എങ്ങനെയാ? പഴയ പോലെ സ്ട്രിക്റ്റ് ആണോ? അമ്മയും അച്ഛനും പാവോടി. എനിക്ക് സ്നേഹമെന്നറിയോ? എന്നെ സ്വന്തം മോളെ പോലെയാണ് നോക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മേനെ നോക്കുന്നതിനേക്കാളും നല്ല സ്നേഹത്തിൽ. സാറിൻ്റെ കാര്യം അത് നീ ചോദിക്കാല്ലേ പ്ലീസ്. ശ്വാസം മുട്ടിക്കുക, ഇടയ്ക്കൊക്കെ ചത്തുപോകുന്നവരെ ഞാൻ പേടിക്കാറുണ്ട്. സ്നേഹം കൊണ്ടേ ഞാൻ ക്ലാസ്സിൽ പോവാ. ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നെ കൊണ്ട് വയ്യ. വാ, ക്ലാസ്സിൽ കയറാം. സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിക്കുന്നു. ഇവിടെ എന്തൊക്കെയായി പറയുന്നത്? ക്ലാസ്സിൽ കയറാം. എടി, എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഒരാളോട് ഭയങ്കര പ്രണയം. നീ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒരാളായിരിക്കില്ല, നിനക്ക് ഒരേ സമയം 4 പേരെടുത്ത് ഇഷ്ടം തോന്നുന്നതാണല്ലോ. അതെന്താ ഇപ്പോൾ ഒരാൾ? അല്ല, ആരാ ആ ആള്? എടി, തേർഡ് ഇയറുള്ള ക്ലാസ് സാറല്ലേ, ആ ഫിസിക്സ് സാറ്. എന്നെ ഹോട്ടാ. എനിക്കതിന് ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് സെറ്റ് ചെയ്ത് തരുമോ? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? അത് നീ പറഞ്ഞത് ശരിയാ. ഹോട്ട് മാത്രമല്ല, അയാൾ ഭയങ്കര ഹീറ്റുവാ. നമ്മൾ പോയി തൊട്ടാ നമ്മൾ പൊള്ളിപ്പോ. വെറുതെ എന്തിനാ മോളെ അയാളടുത്ത് പോയി ചുമ്മാ? ഞാനൊന്ന് നോക്കിയാൽ വളയാത്ത ആരുണ്ടടി. അയാൾ ഭയങ്കര ഹോട്ടാ. എനിക്ക് ഭയങ്കരമായിട്ടൊന്ന് ഇഷ്ടപ്പെട്ടു. എടി നോക്കി, ഇതാ വരുന്നുണ്ട്. ഇങ്ങോട്ടാ വരുന്നത്. ഒരു കാര്യം അറിയാത്ത പോലെ ഒന്ന് തട്ടി നോക്കാം. വീഴുവാണെങ്കിൽ വീഴട്ടെ. നിന്റെ കൈയും കാലും വീണൊടിയാതെ നീ സൂക്ഷിച്ചോ. എടി പോയോ? എന്തെന്തൊക്കെയാടാ? ആരായിരിക്കും ആ ഫോൺ കോള്? ഞാൻ മുമ്പ് എപ്പോഴോ കേട്ടിട്ടുള്ളൊരു സൗണ്ട് പോലെയാണല്ലോ. എന്നാലും ഇത് ആരായിരിക്കും? ആ, നോക്കി. എൻ്റെ കൈ. സോറി സാർ, ഞാൻ കണ്ടില്ല. ഏയ് അല്ല, ഞാൻ എന്തോ ആലോചിച്ച് വന്നിട്ട് കണ്ടില്ല. സോറി, തനിക്കൊന്നും പറ്റിയില്ലല്ലോ? പാറുതെ നോക്കി, നിന്റെ ദേവസാറും സ്വപ്നയും നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അധികം അങ്ങോട്ട് അടുക്കണ്ടെന്ന് പറയാം. അത് ഭൂലോക കോഴിയെ, പെടക്കോഴിയെ നമ്മുടെ കോളേജിൽ. എവിടെ നോക്കട്ടെ? ദേവസാറോ? തൻ്റെ കൈ ഇപ്പോൾ ഓക്കെ അല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. കുറച്ച് വേദനയുണ്ട്, പക്ഷെ കുഴപ്പമില്ല സാർ. കുറേ നേരമല്ലോ ഇവർ സംസാരിക്കുന്നു. ഇതിന് മാത്രം എന്താ സംസാരിക്കാനുള്ളത്? എന്തായിരിക്കും? ഓക്കെ, ശ്രദ്ധിച്ച് നടക്കും. എന്നാൽ ശരി, ബൈ. ഈശ്വര, ചിരിച്ച് സംസാരിക്കുന്നു. എന്നോട് പോലും ഇങ്ങനെ ചിരിക്കാറില്ല. മീനു, ഞാൻ ക്ലാസ്സിൽ പോവുക. ഇപ്പോഴാണ് ആലോചിച്ചത്, എനിക്ക് കുറച്ച് നോട്ട് എഴുതാനുണ്ട്. നീ വരുന്നെങ്കിൽ വാ. അത് പാറു മീനാക്ഷിയല്ലേ? പാറു എന്നെ കണ്ടില്ലേ? പിന്നെ ഇങ്ങോട്ടാ ഈ തിരിഞ്ഞു പോകുന്നത്? പാറു, നീ എങ്ങോട്ടാ ഈ വെപ്രാളത്തിൽ ഓടുന്നത്? എന്തു പറ്റി? ഇപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവെൽ അല്ലേ? ഞാൻ ക്ലാസ്സിൽ പോവാ സാർ, എനിക്ക് കുറച്ച് നോട്ട് എഴുതാനുണ്ട്. ബൈ. മീനു, നീ വരുന്നെങ്കിൽ വാ. ഞാൻ പോവാ, വെറുതെ സമയം കളയാം. ഇവക്കെന്താ? ഇതെന്തു പറ്റി? ദേഷ്യപ്പെട്ടിട്ടാണോ പോകുന്നത്? സാർ, കൂടുതലായിട്ട് ആലോചിക്കേണ്ട. സ്വപ്നയായിട്ട് സംസാരിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ജലസേ. ഇനി സാർ ശ്രദ്ധിച്ചാൽ മതി. പോട്ടെ. പാറുവിന് ജലസോ? എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇനി ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങളും പോവും. 3rd ഇയർ ബാച്ച് പോകാൻ റെഡിയായി നിൽക്കുവാണല്ലോ. ഞാൻ ഇതുവരെ ഇത്രയും നല്ലൊരു ബാച്ച് കണ്ടിട്ടില്ല. ഒരുപാട് നല്ല കുട്ടികളുണ്ടായിരുന്നു. കഴിഞ്ഞ 3rd ഇയറിൻ്റെ ലാസ്റ്റ് മീറ്റിങ്ങിനും സാർ ഇതേ ഡയലോഗ് തന്നെയാണ് പറഞ്ഞത്. അന്ന് ഞങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ പുള്ളിയുടെ സ്ഥിരം ഡയലോഗാണല്ലേ? എനിക്കെന്ന് തോന്നി. അറ്റ്ലീസ്റ്റ് ജിതിനെ ആ ഡയലോഗെങ്കിലും നിനക്ക് മാറ്റി പിടിച്ചൂടെ? എന്താടാ ഇത്? ഇപ്പോഴത്തെ കുട്ടികളല്ല പണ്ടത്തെ കുട്ടികൾ. ഓക്കെ, ഇനി എല്ലാവരും എനിക്ക് തോന്നണ്ട. ശരി, എന്നാൽ പിന്നെ വേറെന്താ പരിപാടി? നാളെ കോളേജ് അവധിയാണെന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് തീരുമാനമോ? അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ പരിപാടി? എന്ത് പരിപാടി? വീട്ടിൽ തന്നെ. വേറെന്താ? നിങ്ങൾക്കൊക്കെ എന്താ പരിപാടി? നിങ്ങൾക്കാർക്കും പ്രത്യേകിച്ചൊരു പരിപാടി ഇല്ലെങ്കിൽ ഞാനും പാറും നാളെ വീട്ടിലുണ്ടാവും. നിങ്ങളവിടെ വാ.
എൻ്റെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്. നിങ്ങളെയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്കൊരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം. ആ ശരിയാ, പ്ലീസ് 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 മീനു, ലച്ചു ചേച്ചി പ്ലീസ്, വാ ചേച്ചി, സഞ്ജോട്ട വാ, ജിതിൻ സാർ പ്ലീസ്, എല്ലാവരും കൂടെ ഒന്ന് വന്നേ. അവിടെ നല്ല രസം ഉണ്ടാവും എല്ലാവരും ഉണ്ടാവുമ്പോൾ, പ്ലീസ്. എനിക്ക് വരാൻ താല്പര്യമുണ്ട്. ലച്ചു ചേച്ചി വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ ഞാൻ വരാം, എന്തായാലും വരാം. അച്ഛന് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ശ്രമിക്കാം, വരാൻ നോക്കാം. നോക്കാന്നല്ല, വന്നേ പറ്റൂ. 4 വരെയും ഞാൻ നാളെ എക്സ്പെക്ട് ചെയ്തിരിക്കും, പ്ലീസ്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്ത് ഇൻഫോം ആക്കുക കേട്ടോ. അപ്പം നമ്മൾ വേറെ ഇടം പോകില്ലല്ലോ. എന്നാൽ പിന്നെ ഇന്നത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ? പാറു, നമുക്ക് പോയാലോ? ഒരുപാട് ദൂരം പോകാനുള്ളതല്ലേ. ബാ മീനു, ഞാൻ പോവാ കേട്ടോ. നിങ്ങൾ നാളെ വാ, നമുക്ക് കാണാം. ഇവളെന്താ എൻ്റെ മുഖത്ത് മാത്രം നോക്കാതെ ബാക്കി എല്ലാവരും സംസാരിക്കുന്നുണ്ടല്ലോ. പാറു, നിനക്കെന്താ പറ്റിയേ? നീ എന്താ എന്നോട് മിണ്ടാത്ത? ബോറടിക്കുന്നടാ, എന്തെങ്കിലും സംസാരിക്കേ. എനിക്ക് നല്ല തലവേദന, ഞാൻ കിടക്കുക കുറച്ച് നേരം. ഈ പെണ്ണിനിതെന്തു പറ്റി? മൂഡ് ഓഫ് ആണല്ലോ. ആഹാ, നിങ്ങൾ വന്നു മക്കളെ. ബോറടിച്ചിരിക്കുമായിരുന്നു, ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്. പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വാ, അമ്മ ചായ എടുക്കാം. ദേവട്ടാ, നീയും പോയി ഫ്രഷ് ആയിട്ട് വാ, അമ്മ നല്ല ചൂട് ചായ എടുക്കാം. അച്ചുടാ, ബോറടിച്ചിരിക്കുമായിരുന്നു. അച്ഛനില്ലായിരുന്നു, അമ്മ പുറത്തു പോയോ? അതുകൊണ്ടാണോ അമ്മ ബോറടിച്ചിരുന്നത്? എൻ്റെ പൊന്നു മോളെ, നിന്റെ അച്ഛൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കണക്കാ. ഉണ്ടെങ്കിൽ എപ്പോഴും ലാപ്ടോപ്പിൽ, ഇല്ലെങ്കിലും അതേപോലെ തന്നെയാണ്. ശരി, ഞാൻ ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് വരാമ്മ, നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ശരി, രണ്ടാളും പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ അപ്പോഴത്തേക്ക് ചായ എടുക്കാം. ശരി അമ്മ, ഞാൻ പെട്ടെന്ന് വരാം. പാറു, എന്താ നിൻ്റെ പ്രശ്നം? എന്തിനാ നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ എന്താ ചെയ്തതിന് മാത്രം? അവോയ്ഡ് ചെയ്യാനോ? ഞാനെന്തിനാ ദിവസം അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ ഫ്രഷ് ആയിട്ട് താഴേക്ക് പോട്ടെ, അമ്മ വെയിറ്റ് ചെയ്തിരിക്കുക. നീ എങ്ങോട്ടും പോകുന്നില്ല. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ. കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഹാ, ഇതെന്ത് കഷ്ടമായത്. എനിക്കെന്ത് പറയാനാ? എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഫ്രഷ് ആയിട്ട് അമ്മ എടുത്ത് പോട്ടെ, അമ്മ വെയിറ്റ് ചെയ്യുക. പാറു, ഞാൻ ഇൻ്റർവെൽ തൊട്ട് ശ്രദ്ധിക്കുക. നീ എന്നെ നന്നായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ അറിഞ്ഞിട്ട് നീ ഇവിടുന്ന് പോകും, അല്ലെങ്കിൽ നമ്മൾ രണ്ടാളൊന്നും ഈ റൂമിൽ തന്നെ നിൽക്കും. എന്നെ വെറുതെ എൻ്റെ സ്വഭാവം മാറ്റിക്കാതെ കാര്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. എന്തുകൊണ്ടാണ് സാറിന് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ മാത്രം ഇത്ര ദേഷ്യം? സ്വപ്നയോട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ ദേഷ്യമൊന്നും കണ്ടില്ലല്ലോ. എന്താ ചിരിയായിരുന്നു? ഞാൻ എന്താ സാറിന് എന്തെങ്കിലും ചെയ്തോ? എന്നോട് ചിരി സംസാരിക്കാനൊന്നും സാറിന് പറ്റില്ലേ? ഓ, അപ്പോൾ സ്വപ്നയാണ് കാര്യം. നിനക്കെന്നെ അത്ര വിശ്വാസമേ ഉള്ളൂ. ഞാൻ അവളോട് ചിരി സംസാരിച്ചാൽ ഇപ്പം എന്താ? നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ ഡൗട്ട് അടിച്ച് ഇത്രയും നേരം എൻ്റെ അടുത്ത് പണിങ്ങിയിരിക്കില്ലായിരുന്നു. ഓ, അപ്പോൾ സാറ് പറയുന്നത് എനിക്ക് വിശ്വാസക്കുറവുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നോ? അല്ലാതെ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ആരടുത്ത് സംസാരിച്ചാലും നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും. അപ്പോൾ ഞാൻ നാളെ ആരുടെ സംസാരിച്ചാലും സാറിന് എന്നെ വിശ്വാസമുള്ളതുകൊണ്ട് സാറിന് ഇതുപോലൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അഫ്കോഴ്സ്, ഞാൻ കുറച്ച് മെച്യൂർഡായിട്ടുള്ള ആളാണ്. നീ ഒന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ടച്ച് ചെയ്തെന്ന് വെച്ച് എനിക്കറിയാം നീ ആരാത്, നിൻ്റെ സ്വഭാവം എന്താണെന്നും. അതുകൊണ്ട് ഞാൻ എന്തിനാ അതിന് ദേഷ്യപ്പെടുന്ന പിണങ്ങിയിരിക്കുന്നത്? ഞാൻ എന്തായാലും അങ്ങനെ ഒന്നും ചെയ്യില്ല. ശരിയാ, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. അവളും സാറ് സംസാരിച്ചാലിപ്പോൾ എനിക്കെന്താ? ഞാൻ കുറച്ച് മെച്യൂറായിട്ട് ചിന്തിക്കണമായിരുന്നു. ഓക്കെ, ഞാൻ ഇനി അങ്ങനെ ശ്രദ്ധിക്കാം. ശരി, നിൻ്റെ പ്രായത്തിൻ്റെ പക്വത കുറവാ. സാരമില്ല, ഇപ്പോൾ ഫ്രഷ് ആയിക്കോ. എന്താ അഭിനയം? ഒട്ടും ജലസില്ലാത്ത മോന, കാണിച്ചു തരാം ഞാൻ. നാളെ അവരൊക്കെ ഇങ്ങോട്ട് വരെയല്ലേ, എൻ്റെ കയ്യിലും കിട്ടും എറിയാനായിട്ട് പറ്റിയ കല്ല്. അന്ന് ഞാനും കാണിച്ചു തരാം. അല്ല, നീ എന്തായി ആലോചിക്കുന്ന? ഫ്രഷ് ആവാൻ ഉദ്ദേശമൊന്നുമില്ലേ? ആ ദേവട്ട, ഞാൻ എന്തോ ആലോചിച്ച് നിന്ന് പോയി. ഞാൻ ഫ്രഷ് ആയിട്ട് വേറെ താഴെ പൊക്കോ. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, വണ്ടിപ്പെണ്ണ്. ഞാൻ എത്ര തവണ നിങ്ങളൊക്കെ ഫോൺ വിളിച്ചു വരുന്നുണ്ടോയെന്ന് അറിയാൻ. ഒരിക്കലെങ്കിലും അതൊന്ന് അറ്റൻഡ് ചെയ്ത് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ രാവിലെ മുതൽ കാത്തിരിക്കുമായിരുന്നു. ഇത്രയും നേരം കാണാത്തപ്പോൾ ഞാൻ വിചാരിച്ച് വരില്ല എന്ന്. സത്യം പറയാലോ, എനിക്ക് നീ ഫോൺ വിളിച്ചപ്പോൾ എടുത്ത് പറയണമെന്നുണ്ട്, പക്ഷേ ഇവരൊക്കെ എന്നെ സമ്മതിപ്പിക്കാത്ത. ഞങ്ങൾക്കറിയാം നീ വെയിറ്റ് ചെയ്തിരിക്കുവാന്ന്. അപ്പോൾ ഒരു സർപ്രൈസ് ആവാന്ന് കരുതി. അല്ല, ശിവ എവിടെ? ദേവട്ടൻ കുളിക്കുക, നിങ്ങൾ അകത്തേക്ക് വാ. ആഹാ, അവര് വന്നോ? ഇനിയെങ്കിലും എൻ്റെ കുട്ടി താഴെ നിൽക്ക്. രാവിലെ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തോ. അവരെ കണ്ടില്ലല്ലോ അമ്മ, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ, ഇന്ന് വരില്ലേ? ഇപ്പോഴാ അവക്കൊന്ന് സമാധാനമായത്. വാ മക്കളെ, എല്ലാവരും ഇരിക്കും, അമ്മ എല്ലാവർക്കും ചായ എടുക്കാം. ആഹാ, ഇവരെയൊക്കെയാണോ നീ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നത്? പാറക്കുട്ടി, എല്ലാരും എത്തിയല്ലോ. ഹലോ ശങ്കർജി, സുഖാണോ? എന്റെ ഈശ്വര, നീ ഉണ്ടോ ഈ കൂട്ടത്തില്? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ അവനില്ലാതെ. എല്ലാവരും ഇരിക്കും, ഞാൻ ചായ എടുക്കാം. അല്ല, ശിവ ഇതുവരെ കുളിച്ചില്ലേ? ഇത്ര നേരമായിട്ടും ഇങ്ങോട്ട് കാണാനില്ല. ഞാൻ ഇത്രയും നേരം നിങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നു. കാണാത്തപ്പോൾ ഒന്ന് ഫ്രഷ് ആവാന്ന് കരുതി പോയതായിരുന്നു. പറയണമെന്ന് വിചാരിച്ചതാ. പിന്നെ ജിതിന പറയണ്ട, പറയാതെ കയറിപ്പോവും, അപ്പോൾ ഒരു സർപ്രൈസ് ആവുമല്ലോ. അങ്ങനെയാ പിന്നെ നീ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ എടുക്കാത്ത. ശരി മക്കളെ, നിങ്ങൾ ആരും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്നറിയാം. നേരം വെളുത്തപ്പോഴേ ഇറങ്ങിയതല്ലേ. ബാ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈമായിരുന്നു. ഇനി എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. എല്ലാവരും വാ.
മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഇപ്പോഴും. ആൻറ്റിയുടെ ഫുഡിനൊന്നും ഒരു മാറ്റം വന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ജിതൻ സാർ പറഞ്ഞത് ശരിയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യം മീനു, നീ ഇന്ന് പറഞ്ഞില്ലേ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. നീ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളിയായിട്ടുണ്ട്. എന്നെ പൊക്കി പറഞ്ഞാൽ മതി, എല്ലാവരും കഴിക്കേ. കുറേ നാൾ കൂടിയിട്ടില്ലേ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന. ബാ, നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫി എടുക്കാം, ഒരു ഓർമ്മയാവട്ടെ. കൂട്ടത്തിൽ നിന്ന് കഴിച്ച് വല്ലാണ്ട് വയറ് നിറഞ്ഞു പോയതുപോലെ. ശരിയാ, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. അസ് യൂഷ്വൽ നല്ല ഫുഡായതുകൊണ്ട് തന്നെ വയറ് നിറയെ കഴിച്ചതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. ബോറടി മാറ്റാൻ എന്തെങ്കിലും ഒന്ന് പറയ്. സത്യം, ഞാനും ദിവസം കഴിക്കുന്നതിനേക്കാളും ഓവറായിട്ട് കഴിച്ചു ഫുഡ്. എന്നാൽ നമുക്ക് ബോറടി മാറ്റാൻ എന്തെങ്കിലും ഗെയിം കളിച്ചാലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്ത് ഗെയിം കളിക്കാനാ ഇപ്പോൾ? എന്തെങ്കിലും ഇരുന്ന് കളിക്കുന്ന ഗെയിം ഉണ്ടെങ്കിൽ കളിച്ചോ. അപ്പോൾ ഞങ്ങളും കൂടെ കാണാലോ നിങ്ങൾ കളിക്കുന്നത്. ഇരുന്ന് കളിക്കാനോ? ഇവരെന്താ കൊച്ചുകുട്ടിയോ? എന്താ അമ്മ പറയുന്നത്? അമ്മ പറഞ്ഞാൽ ശരിയാ, നമുക്ക് ഇരുന്ന് എന്തെങ്കിലും കളിക്കാം. കുറേ നാളായില്ലേ എല്ലാവരോട്ടും ഒരുമിച്ച് കളിച്ചിട്ടൊക്കെ. എന്ത് കളിക്കാം? അങ്ങനെയാണെങ്കിൽ അന്താക്ഷരി കളിക്കാം. അതാവാം ഇരുന്ന് കളിക്കാമല്ലോ. സെറ്റ്, അടിപൊളി, അത് തന്നെ കളിക്കാം. നമ്മൾ 6 പേരില്ലേ, 3 ടീമാവും. അത് ശരിയാ, നമ്മൾ ഇരിക്കുന്ന വീസേനെ നമുക്ക് ടീമാക്കാം. ഞാനും ജിതിൻ സാറും മീനൂട്ടിയും ഒരു ടീം, ദേവേട്ടനും സഞ്ജുവേട്ടനും രജു ചേച്ചിയും ഒരു ടീം. അപ്പം എങ്ങനെ, നമുക്ക് തുടങ്ങാം. സഞ്ജു സാറ് മൊത്തം ഫൗളാ. മര്യാദയ്ക്ക് പണിഷ്മെന്റ് എടുക്കണം. പാടിയ പാട്ടൊക്കെ തെറ്റാ. ഒരു 10 പുഷപ്പെങ്കിലും എടുക്കണം. പണിഷ്മെന്റാ. പുഷപ്പോ? അതൊക്കെ എനിക്ക് സിമ്പിളാ, ഞാൻ ഇപ്പൊ ചെയ്തു തരാം. സഞ്ജുട്ട ഇങ്ങനെ കമന്ന് നടക്കുന്നതാണോ പുഷപ്പ്? സഞ്ജുട്ടിന് ശരിക്കും പുഷപ്പ് എടുക്കാൻ അറിയില്ല. എനിക്കറിയില്ല, ഞാൻ ഇതിനു മുന്നേ ഇതൊന്നും ചെയ്തിട്ടില്ല. എന്നാ പിന്നെ മിണ്ടാതെ എണീറ്റ് പൊക്കോ. എനിക്കറിയാം സഞ്ജുട്ടിന് അറിയില്ല എന്ന്. ദേവേട്ടന്റെ ഫേസൊക്കെ മാറിയല്ലോ. ജലസൊട്ടുമില്ലാത്ത ആളെ, പാവം. കുറച്ചുകൂടെ ഒന്ന് ഇരികേറ്റി വിട്ടാലോ? എന്നെ കൊല്ലു പോങ്ങിയേര്. സാരമില്ല, എന്നാലും മനസ്സിലാക്കിപ്പിക്കണ്ടേ. ശരി, അടുത്ത് നമ്മളല്ലേ പാടേണ്ടത്? നമ്മളാണോ? എന്നാ ജിതിൻ സാർ ഈ പാട്ട് പാടിക്കൊടുക്ക്. ഓക്കെ, ഈ കളി ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇത് കളിച്ചാലും നിങ്ങളെ ജയിക്കൂ, ഞങ്ങൾ എന്തായാലും തോക്കും. നിങ്ങളിരുന്നോ, ഞാനിപ്പോൾ വരാം. എനിക്കെന്തോ വല്ലാത്തൊരു ചൂട്. ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം. അതിനെന്താ ശിവ, നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. മീനു, നിനക്കറിയോ ഇവിടെ ഒരു വലിയ കുളമുണ്ട്. ഞാനും ദേവേട്ടനും പോയിട്ടുണ്ട്. നീ വരുന്നോ? പാറു, ഒന്നിങ്ങ് വന്നേ, എൻ്റെ ഈ ഷർട്ടൊന്ന് എടുത്തു തന്നേ. ഈശ്വര, എന്തിനാണ് അവ വിളിക്കുന്നത്? എന്നെ ബാക്കി വെച്ചാൽ മതിയായിരുന്നു. ഡോറൊക്കെ ക്ലോസ്ഡ് ആണല്ലോ. കയറി പോണോ? എന്തായാലും പോവാം. ഓ വന്നോ? ഞാൻ കരുതി അവിടെ തിരക്കല്ലേ, വരില്ല എന്ന്. അതിനെന്താ, ദേവേട്ടൻ വിളിച്ചാൽ ഞാൻ വരാതിരിക്കോ? ഏത് ഷർട്ടാ ദേവേട്ടൻ എടുത്തരേണ്ട? പറഞ്ഞാൽ മതി, ഞാൻ എടുത്തുതരാം. നീ എന്താ താഴെ കാണിച്ചേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സഞ്ജുവിനോടൊന്നും ഇത്രയും അടുക്കാൻ പാടില്ല എന്ന്? എന്നിട്ട് ഒന്നും നടക്കാത്ത പോലെ എൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നു. സഞ്ജുവേട്ടനോട് ഞാൻ അടുത്ത എന്താ കുഴപ്പം? അപ്പോൾ ദേവേട്ടന് എന്നെ വിശ്വാസം ഇല്ലല്ലേ? അതുകൊണ്ടല്ലേ ദേവേട്ടൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എനിക്ക് ആരെക്കാളും നിന്നെ വിശ്വാസം, പക്ഷേ ഇങ്ങനെയൊന്നും കാണിക്കരുത്. ഇതൊന്നും ശരിയല്ല. ഇതിനെ തന്നെ ഞങ്ങൾ ജലസ് എന്ന് പറയുന്ന. ദേവേട്ട, ജലസ് എല്ലാവർക്കും വരും. അത് നോർമലാ. ഇഷ്ടമുള്ളവർ മറ്റുള്ളവർക്ക് അടുക്കുമ്പോൾ വരുന്നതാ. പക്ഷേ അത് അംഗീകരിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഞാൻ ചെയ്യും. മനസ്സിലായോ? എന്നാ ശരി, ഡ്രസ്സ് മാറിട്ട് താഴത്തേക്ക് വാ. ഞാൻ പോവാ മാഷേ. അപ്പോൾ അവൾ മനഃപൂർവ്വം എനിക്കിട്ട് കുത്തിയതാണല്ലേ? നീ നിൻ്റെ കൈ കിട്ടുമടി കള്ളി പാറു. ഡി, ഞാൻ പാറുമോളുടെ അച്ഛനെ പിക്കപ്പ് ചെയ്യാൻ പോവാ. അവര് വന്നിട്ടുണ്ടെന്നാ പറയുന്നത്. തൽക്കാലം അവളോട് പറയണ്ട, സർപ്രൈസ് ആവട്ടെ. ശരി ചെങ്കരേട്ട, ഞാൻ മോളോട് പറയുന്നില്ല. ചെങ്കേട്ടൻ പറഞ്ഞാൽ ശരിയാ. ഒരുപാട് നാളായില്ലേ അവർ കണ്ടിട്ട്. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അല്ല പിള്ളേരെ, നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്നില്ലേ? ശിവ നിങ്ങളുടെ സെയിം ഏജ് അല്ലേ? അവനിപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയില്ലേ? നിങ്ങൾക്ക് എപ്പോഴാ ഫാമിലിയൊക്കെ ആവുന്നത്? ടൈം ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നേരത്തെ സെറ്റല്ലേ അമ്മ? അവർക്കിനി കല്യാണം മാത്രം കഴിച്ചാൽ മതി. അതും ഈ അടുത്ത് തന്നെ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. ആൻറ്റി പറഞ്ഞാൽ ശരിയാ, കല്യാണം കഴിക്കാൻ സമയമായി. ഞാനും ആലോചിക്കുന്നുണ്ട് ആൻറ്റി, കല്യാണമൊക്കെ ഒന്ന് കഴിക്കണമെന്ന്. അയ്യട്ടെ, ഞാൻ എന്തായാലും ഇപ്പൊ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചില്ല. അല്ലമ്മ, അച്ഛനെവിടെ? കാണുന്നില്ലല്ലോ. ശങ്കരേട്ടൻ ഒന്ന് പുറത്തു പോയി ഒരാളെ കൊണ്ടുവരാൻ. ഇപ്പൊ വരും. ആ, ബെല്ല് കേൾക്കുന്നുണ്ടല്ലോ, വന്നു കാണും. പാറുമോളെ, ഇങ്ങോട്ട് നോക്കിയേ. ഇത് ആരാ നോക്ക്. ആരാ? അച്ഛാ, അച്ഛനപ്പോ എന്താ പാറു, കരയാണോ നീ? അച്ഛനെ കണ്ടിട്ട് കരയാ പാറുക്കുട്ടി? സന്തോഷിക്കല്ലേ വേണ്ടത്? എത്ര നാളായി എന്റെ മോളെ കണ്ടിട്ട്. സുഖമല്ലേടാ നിനക്ക്? കരയണ്ട, അച്ഛൻ ഇങ്ങ് വന്നില്ലേ? അച്ഛ, അമ്മാവൻ
മുത്തശ്ശൻ അവരൊക്കെ എന്നോട് അച്ഛൻ എല്ലാം അറിഞ്ഞു മോളെ, അതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. അല്ല, എവിടെ അച്ഛന്റെ മരുമോൻ? അത് ധാനിക്കുന്നു. ഞാൻ അങ്കിളെ സോറി, എനിക്ക് ആ സമയം അങ്കിളിനോടൊന്നും ചോദിക്കാനോ പറയാനോ പറ്റിയില്ല. അങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല, പെട്ടെന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോരേണ്ടി വന്നു. അതിന് ഞാൻ മാപ്പ് ചോദിക്കുക. മാപ്പൊന്നും ചോദിക്കണ്ട. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. പിന്നെ എന്റെ മോളെ കരയിപ്പിക്കരുത് നീ. എന്തായത്, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? അവൻ കരയിപ്പിച്ച ഞങ്ങൾ ശരിയായിക്കോളാം അവനെ. താൻ ഒട്ടും ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. അയ്യോ, ടൈം ഒരുപാടായി, ഞങ്ങൾക്ക് പോണ്ടേ. ഇനി എപ്പോ എത്താനാ? വന്നേ വന്നേ. അത് ശരിയാ, രണ്ടുപേരെയും നേരത്തെ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാ അവർ കൂടെ വിട്ടത് തന്നെ. എന്നാൽ ശരി ശിവ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനി നിന്ന് ലേറ്റ് ആയിപ്പോ, അവരെ എത്തിക്കണ്ടേ. സഞ്ജയ്, ഞാനും വരുവാ തറവാട്ടിലോട്ട്. എനിക്കും ഹരിനെയും അച്ഛനെയൊക്കെ ഒന്ന് കാണണം. എന്നാ ഞാൻ പോട്ടെ മോളെ, അച്ഛൻ വരാം. അച്ഛാ, ഇന്ന് തന്നെ പോണോ? ഇന്ന് പാറക്കുട്ടിയോടെ നിൽക്കാൻ പാടില്ലേ? ഞാൻ പോയിട്ട് വേഗം വരും. മോളോടെ ഞാൻ നിൽക്കും. അച്ഛൻ പോയിട്ട് വേഗം വരാം. എന്നാൽ ശരി അമ്മാവ, നമുക്കിറങ്ങാം. പാർക്കുട്ടി, ആൻറ്റി, അങ്കിൾ, ശിവ, ഞങ്ങൾ ഇറങ്ങാം, പോട്ടെ. ശരി, എല്ലാവരും നോക്കി പോയിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് വരണം കേട്ടോ. എല്ലാവരും വരണം. തീർച്ചയായിട്ടും ഞങ്ങൾ വരും ആൻറ്റി. എന്നാ ഇറങ്ങട്ടെ. പാറു പാറു, നീ ഉറങ്ങിയോ? ഇല്ല ദൈവേട്ടാ. പാറു, നിനക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവേട്ടൻ അത് സാധിച്ചു തരുമോ? പിന്നല്ലാതെ, നിന്റെ ഏതാഗ്രഹവും ഈ ദേവട്ടൻ സാധിച്ചു തരും. പറ, എന്താ നിന്റെ ആഗ്രഹം? ദേവേട്ടൻ നമുക്ക് ഫിസിക്സ് പഠിപ്പിക്കാൻ വരുന്നതിന് മുന്നേ ഞങ്ങൾക്കൊരു ടീച്ചറായിരുന്നു. നല്ല സുന്ദരി ടീച്ചറാ, കുറച്ച് മോഡേണാ. ആ ടീച്ചർ നല്ല സിൽക്ക് സാരി ആയിരുന്നു ഉടുക്കുന്നുണ്ടാവുക. നിനക്കതുപോലെ സിൽക്ക് സാരി ഉടുക്കണമെന്നാണോ നീ പറയുന്നത്? എന്നാ നീ എടുത്തോ, എനിക്ക് സമ്മതം. ആ ടീച്ചർ കാറ്റടിക്കുമ്പോൾ സാരി പറക്കും. അപ്പോൾ ബെല്ലി ബട്ടണിൽ ഞാൻ സ്റ്റഡ് കാണാറുണ്ട്, മീനുവും കാണാറുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിനക്കും അതുപോലെ പൊക്കിളിൽ സ്റ്റഡ് അടിക്കണമെന്നാണെങ്കിൽ വേണ്ട മോളെ, അതൊക്കെ ഒരുപാട് വേദനയുള്ള കാര്യങ്ങളാണ്. ശരി, അതൊക്കെ പോട്ടെ. അല്ല ദേവേട്ടാ, നമ്മളിതുവരെ ഈ കാര്യം ഡിസ്കസ് ചെയ്തില്ലല്ലോ. ദേവേട്ടന് എത്ര കുഞ്ഞുങ്ങളാ വേണ്ടേ? എനിക്ക് മിനിമം ഒരു 3 കുഞ്ഞെങ്കിലും വേണം. പിന്നെ നിനക്ക് എത്രയാ വേണം അതനുസരിച്ച്. അപ്പോൾ ഈ 3 കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിക്കുമ്പോൾ എനിക്ക് വേദനയൊന്നും ഉണ്ടാവില്ലേ? ഓ, അതിന് വരെയാണല്ലേ ചോദിച്ചത്. ഈ ഇടയായിട്ട് കുറച്ച് കൂടുന്നുണ്ട് കുശുമ്പും സംസാരവും. ഇങ്ങോട്ട് പാടി ശരിയാക്കി തരാം ഞാൻ. ദേവേട്ട വീട് എന്തായത്? പോ, മാറ്. അടങ്ങി കിടക്കടി, മിണ്ടാതിരിക്കും കുരുപ്പേ. ദേവേട്ട മാറ്, എനിക്ക് പോണം, നേരം ഒരുപാടായി. പാറു, കുറച്ച് നേരം കൂടെ ഇങ്ങനെ കിടക്ക്. ദേവേട്ട, എനിക്കൊരു ആഗ്രഹമുണ്ട്. നമുക്ക് 6 മാസം വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചാലോ? അതെന്താ പെണ്ണെ ഇപ്പോൾ അങ്ങനെ തോന്നാൻ? ഉറങ്ങി എണീച്ചപ്പോഴത്തേക്കില് പുതിയ ആഗ്രഹങ്ങളോ? ദേവേട്ട, എന്നെ കാണുന്ന എല്ലാവരും പറയണം അത് ദേവൻ്റെ ഭാര്യയായിരുന്നു. അതിന് നാടറിഞ്ഞ് എന്നെ കല്യാണം കഴിക്കണം. പ്ലീസ്, അമ്മയോടും അച്ഛനോടും സംസാരിക്കും. ഞാൻ ഇന്ന് തന്നെ നമ്മുടെ പാരൻസിനോട് സംസാരിക്കാം. ഓക്കെ അല്ലേ? സത്യം പറഞ്ഞാൽ ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. നേരത്തെ കല്യാണം കഴിക്കാം, ഇനി എന്തിനാ വച്ച് താമസിപ്പിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ എന്നെ പറഞ്ഞപ്പോ ഞാൻ റെഡിയാ. പിന്നെ പാറുവിൻ്റെ അച്ഛൻ്റെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക്, എനിക്കും പൂർണ്ണ സമ്മതം. അവരെ കല്യാണം കഴിപ്പിക്കാം. എന്തായാലും ഇതുവരെയൊക്കെ എത്തിയില്ലേ, ഇനി അത് മാത്രം എന്തിനാ എത്ര ലേറ്റ് ആക്കുന്നത്? നമുക്കതങ്ങ് നടത്താം. എല്ലാവർക്കും സമ്മതമായ സ്ഥിതിക്ക് നമുക്ക് നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വിളിക്കുന്ന പരിപാടി തുടങ്ങാം. പിന്നെ കുട്ടികളെ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ വിളിക്കണമെങ്കിൽ അതും ആയിക്കോളൂ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആരുമില്ല, ഞങ്ങളുടെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അല്ലേ പാറു? ദേവേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ മാത്രമേ വിളിക്കാനുള്ളൂ. പാറു, നീ ഇപ്പോൾ ഹാപ്പി അല്ലേടാ? ഒരുപാട് ഹാപ്പിയാ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച നിമിഷങ്ങളാണ് ഇനി എൻ്റെ ലൈഫിൽ വരാൻ പോകുന്നത്. എന്താ മക്കളെ, ഇന്ന് തന്നെ പോണോ? ഇന്ന് ഇവിടെ നിൽക്കട, നാളെ രാവിലെ പോവാം. ശങ്കരേട്ടൻ പറഞ്ഞതാ ശരി. ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയാൽ പോരെ പിള്ളേരെ? ഞങ്ങൾക്ക് നിൽക്കണമെന്നുണ്ട്, പക്ഷേ ഈ 2 പെൺപിള്ളേരെയും കൊണ്ടുവിട്ടില്ലെങ്കിൽ സീനാവും. ഞങ്ങളവരെ കൊണ്ടുവിട്ടിട്ട് നാളെ വരാം, അല്ലേടി?
അതെ ആൻറ്റി, ഇവരെ കൊണ്ടുവിടണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. നാളെ ഇവരെയും കൂട്ടിക്കൊണ്ട് തന്നെ നമ്മൾ വരാം. ഞാനും ഇറങ്ങാം. അവിടെ കല്യാണം കഴിഞ്ഞ കാര്യം തറവാട്ടിൽ എല്ലാവരും അറിയിക്കണമല്ലോ, അതല്ലേ ഇതിൻ്റെ ഒരു ന്യായം. പാറുമോനോട് പറഞ്ഞാൽ മതി, ഞാൻ നാളെ രാവിലെ എത്തിക്കോളാം. ശരി, എല്ലാവർക്കും പോകണമെന്നാണെങ്കിൽ പോയിട്ട് നാളെ വരൂ. അല്ലാതെ ഇപ്പം ഞങ്ങളിനി എന്തു പറയാനാ? ഞങ്ങൾ പോയിട്ട് നാളെ തന്നെ എത്തും അങ്ങളെ. പിന്നെ അവരോട് പറഞ്ഞേക്ക് ഞങ്ങൾ ഇറങ്ങിയെന്ന്. അപ്പം ശരി, രാത്രി യാത്രയില്ല. ദേവേട്ടാ, ഇതെന്തിനാ ഇങ്ങനെ നോക്കുന്നത്? എനിക്ക് വല്ലാണ്ട് തോന്നുന്നു. ഇങ്ങനെ നോക്കല്ലേ പ്ലീസ്. പാറൂട്ടി, ഞാനൊരു സത്യം പറയട്ടെ. നിന്നെ ഈ കല്യാണ ഡ്രസ്സിൽ കാണാൻ എന്ത് സുന്ദരിയാണെന്നറിയോ? ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും ശരിക്കും. മതി, ഓവറാക്കല്ലേട്ടോ. നോക്കാതിരിക്കും മനുഷ്യൻ. നോക്കി ഊറ്റുവാണല്ലോ ഇങ്ങേര്. ദേവേട്ടാ, ഞാൻ ഡ്രസ്സൊക്കെ മാറി. എന്നാലും എനിക്ക് എന്താ പോലെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. പാറു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഫ്രഷ് ആവുന്നില്ലേ നല്ലത്? വാ. കാര്യങ്ങളോ വിട്ട മനുഷ്യ. താഴെ ആരും പോയിട്ടില്ല. അവരെ പോയത് നേരത്തെ റൂമിലോട്ട് വന്നു. നാണല്ലേ നിങ്ങൾക്ക്? അവരല്ലേ നമ്മളെ റൂമിൽ കൊണ്ടാക്കിയത്. നീ ഇങ്ങോട്ട് വാ. തെഴുതേളെ പൂമാ പന്തലിലല്ലോ അണിയാണി അണിയാനേ ഉഴുതുമാറിച്ചേ തെഴുതേളെ പൂമാ പന്തലിലല്ലോ അണിയാണി അണിയാനേ ഉഴുതുമാ. കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കാനും തുടങ്ങി. എന്നിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അച്ഛൻ്റെ വാക്ക് കേൾക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതാ. നാളെ തന്നെ ഏട്ടനോട് സംസാരിച്ചൊരു തീരുമാനം എടുക്കണം. മീനു, നീ ഇത് കൊണ്ടുവന്നത് ആരോടും പറഞ്ഞില്ലല്ലോ. പ്രത്യേകിച്ച് സഞ്ജുവിൻ്റെ അടുത്തൊന്നും പറയല്ലേ. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ എടി, പോസിറ്റീവാണെങ്കിൽ എന്നെ വിളിച്ച് പറയണേ. ഞാൻ ആദ്യം എൻ്റെ ദേവേട്ടനോട് പറയും, അത് കഴിഞ്ഞ് എല്ലാവരോടും പറയും. അതുവരെ നീ ആരോടും പറയരുത് പ്ലീസ്. എനിക്ക് എൻ്റെ ദേവേട്ടനെ ആദ്യം അറിയിക്കണോ ഇത്. ദേവേട്ടൻ്റെ സന്തോഷം അതെനിക്ക് കാണണം. അതുകൊണ്ട് നീ ആരോടും പറയരുത്. ശരി, ഞാൻ ആരോടും പറയില്ല. നീ ദേവേട്ടനോട് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. വാ, നമുക്ക് അകത്തേക്ക് പോവാം. വാ. പോസിറ്റീവാണല്ലോ മഹാദേവ. ശിവശങ്കർ മഹാദേവ്, വി ആർ ഗോയിങ് ടു ബി പാരൻസ്. ഇത് ഞാൻ സാറിനോട് പറയുമ്പോൾ ദേവേട്ടൻ്റെ ഫേസിൽ എന്ത് എക്സ്പ്രഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക? കുറേ നേരമായല്ലോ ദേവേട്ടൻ്റെ ഫോണിലും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. ദേവേട്ടൻ ഇതുവരെ റെഡി ആയില്ലേ? സ്വപ്ന എന്തിനാ ദേവേട്ടനെ വിളിക്കുന്നത്? ഒരുപാട് ചാറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇവർ. ദേവേട്ടൻ ഇൻസ്റ്റയിൽ അക്സെപ്റ്റ് ചെയ്തു അവളെ. ന്യൂ മെസ്സേജ് ആണല്ലോ. ഐ ലവ് യു, ഐ വാണ്ട് ടു ഷെയർ. ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്ത്. പാറു, നീ റെഡിയായോ? നമുക്ക് പോവാം. ഞാനിന്ന് വരുന്നില്ല, സാറ് വെക്കോ. വരുന്നില്ലെന്നോ? നീ എന്താ സാറെന്നോ? നിനക്ക് എന്താ പെണ്ണെ പറ്റിയേ? കോളേജിൽ ലീവ് എടുക്കാത്ത നീ എന്തിനാ ഇന്ന് ലീവ് എടുക്കുന്നത്? ബാ, പെട്ടെന്ന് ഇറങ്ങി പോവാം, ലേറ്റ് ആവുന്നു. ഞാൻ സാറിനോടല്ലേ പറഞ്ഞാൽ വരുന്നില്ല എന്ന്. എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. ഞാൻ വരുന്നില്ല. റെസ്റ്റോ? അതിന് നിനക്ക് എന്താ അസുഖം? ഇതെന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. കാര്യം പറ പാറു, എന്താ നിൻ്റെ പ്രശ്നം? നീ എന്തിനാ കോളേജ് ലീവ് എടുക്കുന്നത്? ഞാൻ ലീവ് എടുത്ത ദേവേട്ടൻ എന്താ? ഞാൻ വരുന്നില്ല. അല്ലെങ്കിലും എന്നോട് സംസാരിക്കുമ്പോൾ മാത്രം എന്താ ഈ ദേഷ്യം? വേറെ ആരോടും ഞാൻ കാണുന്നില്ലല്ലോ ഈ ദേഷ്യമൊന്നും. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നെ കുറച്ചേരം ശല്യം ചെയ്യരുത്, ഞാൻ ഒറ്റയ്ക്കിരിക്കട്ടെ. പാറു, നീ എന്താ പറഞ്ഞ് ശല്യം ചെയ്യരുതെന്നോ? ഞാൻ നിനക്ക് ശല്യം എടുത്ത് തോന്നുന്നുണ്ടോ? ശരി, ഓക്കെ, ഫൈൻ. നീ റെസ്റ്റ് എടുക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്ക്. ഞാൻ കോളേജിലേക്ക് പോവാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്. ഞാൻ എന്ത് ദേവേട്ടൻ്റെ അടുത്ത് പറയാൻ ആഗ്രഹിച്ചു? എന്താ വിളിച്ച് പറഞ്ഞത്? എൻ്റെ മഹാദേവ. അമ്മ, ഞാൻ കോളേജിൽ പോവാം. പാറു ലീവാ. അവളെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. പാറുവിന് പെട്ടെന്ന് എന്ത് പറ്റി? എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ ഇങ്ങനെ പാറുമോളെ പനി പിടിച്ചിടുന്ന പോലും കോളേജ് ലീവ് എടുക്കാത്ത കുട്ടി ഇന്ന് ലീവാണെന്നോ? എന്തു പറ്റി? അമ്മ, ഞാൻ കോളേജിൽ പോയിട്ട് വരാം. എനിക്ക് ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാൻ പോവാണേ. ദേവോടൻ ഇപ്പം പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ നീ ഇന്ന് കോളേജിൽ പോകുന്നില്ല, റെസ്റ്റ് എടുക്കാമെന്ന്. പിന്നെ എങ്ങോട്ടാ മോളെ പോകുന്നത്? അവൻ പോയല്ലോ.
അത് സാരമില്ല, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. എനിക്ക് ഇന്നൊരു അർജൻറ്റ് കാര്യമുണ്ട്. ദൈവത്തിനോട് എനിക്കൊരു അർജൻറ്റ് കാര്യം പറയാനുമുണ്ട്. ഞാൻ വന്നിട്ട് പറയാം അമ്മ. അപ്പം ഞാൻ പോവാ. അച്ഛനോട് പറഞ്ഞേക്ക്. പാറുമോളെ നിൽക്ക്. പോയോ? ഈ കുട്ടി ഒറ്റയ്ക്ക് പോയി ദേവൂട്ടിനറിഞ്ഞ് എന്നെ കൊന്നു കളയും. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ആ, നീ വന്നോ? ആ ഞാൻ നേരത്തെ ഇറങ്ങി. അല്ല, പാറു ഇപ്പോഴും റൂമിലാണോ ഇരിക്കുന്നത്? അവള് ഫുഡൊന്നും കഴിച്ചില്ല ഇതുവരെ. അതാ ഞാൻ ചോദിക്കാൻ വന്ന. പാറുമോൾ എവിടെ? അവള് കോളേജിലോട്ട് വന്നല്ലോ. കോളേജിലോട്ടോ? ഞാൻ അമ്മേനെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത് ശ്രദ്ധിക്കാൻ. അവള് കോളേജിൽ എത്തിയിട്ടില്ല. പിന്നെ ഈ കുട്ടി ഇതെവിടെ പോയി? എൻ്റെ അടുത്ത് കോളേജ് എന്നാ പറഞ്ഞു. എന്താ ഇവിടെ പ്രശ്നം? എന്തിനാ നിങ്ങളിങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത്? കാര്യം പറ. ശങ്കരേട്ടാ, പാറുമോള് കോളേജിൽ പോകുന്നെന്ന് പറഞ്ഞു. ഇപ്പൊ ദേവൂട്ടൻ പറയാ കോളേജിലല്ല വന്നേന്ന്. കോളേജിൽ വന്നിട്ടില്ലേ? പിന്നെ ഈ കുട്ടി ഇതെവിടെ പോയതാ? ഒരു കാര്യം ചെയ്, നീ ഒന്ന് സഞ്ജുവിനെ വിളിച്ച് ചോദിച്ചു നോക്കി. അങ്ങോട്ടൊന്നും ഞാനിപ്പോൾ വിളിച്ച് വച്ചതേ ഉള്ളൂ. അങ്ങോട്ടും പോയിട്ടില്ല എന്നാ പറയുന്നത്. എന്നോട് പറയാതെ ഒരിടത്തും പോകരുതെന്ന് ഞാൻ വാൺ ചെയ്തിട്ടുള്ളതാ പലതവണ. എന്റെ ദേവൂട്ട, ഈ സമയത്ത് ദേഷ്യം കാണിക്കാതെ ചിന്തിച്ചെന്തെങ്കിലും ചെയ്യാൻ നോക്ക്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ നോക്കാം. സഞ്ജു ആണല്ലോ. ഹലോ, പറ. ശരി. അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കും. ഞാനൊരു സ്ഥലം വരെ പോവാം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. പാറിനെ കണ്ടാൽ ഞാനും വിളിക്കാം. ഈശ്വര, ഞാൻ എത്തുന്നവരെ എൻ്റെ പാറിനൊന്നും സംഭവിക്കല്ലേ. അവളെ കാത്തോളേ. എന്നെന്തിനാ ഇവിടെ കൊണ്ടുവന്ന്? നിങ്ങളൊക്കെ ആരാ? എന്നെ എന്തിനാ? ഞങ്ങളൊക്കെ നിനക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാ. അതുകൊണ്ട് നീ പേടിക്കണ്ട. കുറച്ച് സമയത്തിനുള്ളിൽ നിന്നെ ഞങ്ങൾ മുകളിലോട്ട് വിട്ടോളാം. പാറുമോളെ, ഈ ഒരു മാസം സുഖമായിരുന്നു നിനക്ക്. അമ്മാവനെന്തിനാ എന്നെ? അമ്മാവൻ മാത്രമല്ല, അതാ നിൽക്കുന്ന ആരാന്നറിയോ നിനക്ക്? ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ സൗണ്ട് കേട്ടിട്ട് മനസ്സിലായില്ലേ? അച്ഛൻ. ശ്രീനിയേട്ടാ, അങ്ങ് തീർത്തേക്ക്. ഞാൻ അധികം മാറി നിന്ന വീട്ടിൽ സംശയം വരും. സഞ്ജുവിന് ഇപ്പൊ തന്നെ കുറച്ച് സംശയമൊക്കെ ഉണ്ട്. ഞാൻ ചെല്ലുവാന്നേ. കാര്യം കഴിഞ്ഞിട്ട് ശ്രീനിയേട്ടൻ അങ്ങോട്ട് വന്നാൽ മതി. ശരിയെന്നാ. ഓക്കെ മോളെ. ആരാടി നിന്റെ അച്ഛൻ? പാറു, ദേവട്ട, ദേവട്ട, പാറു. ദേവട്ട, അച്ഛന്. പാറു, ഞാൻ നിന്റെ ദേവേട്ടനെ വിളിക്കുന്ന. കണ്ണുറക്ക് മോളെ. ദേവേട്ടനെ പഠിപ്പിക്കല്ലേ പ്ലീസ്. കണ്ണൊന്ന് തുറക്ക്. ഞാനൊന്ന് കാണട്ടെ പ്ലീസ്. നിങ്ങളിത് എന്താ കാണിക്കുന്നത്? പുറത്തേക്ക് നിൽക്കൂ. നിങ്ങൾക്ക് ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യണ്ടേ? ആരെങ്കിലും ഒന്ന് പിടിച്ച് മാറ്റയാളെ. ദേവ മോനെ, എന്താടാ പാറുമോൾക്ക് പറ്റിയ? അവളെന്തിനാ ഹോസ്പിറ്റലിൽ വന്ന്? ഒന്ന് പറയടാ വാതോർന്ന്. ഇത് ഹോസ്പിറ്റലാ. നീ ഒന്നും മിണ്ടായിരിക്കും, ഞാൻ ചോദിക്കാം. ദേവ മോനെ, എന്താ മോക്ക് പറ്റിയേ? അച്ഛനും അമ്മയും ഇവിടെ പാറിൻ്റെ അടുത്ത് തന്നെ വേണം. ഞാനിപ്പോൾ വരാം. ഇവിടെ പറഞ്ഞിട്ട് പോ. എങ്ങോട്ടാ പോകുന്നത്? തിന്നുവാണോ താൻ? തനിക്ക് അന്നേ ഞാൻ ഓങ്ങി വെച്ചതാ. എൻ്റെ പാറിൻ്റെ നിഴവട്ടത്തിൽ പോലും വെറുതെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ള. അവൾ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. കണ്ണു തുറന്ന് നിൻ്റെയൊക്കെ പേരാണ് പറയുന്നെങ്കിൽ ഈ വീടോടെ ചുട്ടൊരിക്കും ഞാൻ. പറഞ്ഞു മനസ്സിലായോ? അതിനി ആരുടെ അച്ഛനായാലും അമ്മാവനായാലും ഞാൻ ഒരു ദയം കാണിക്കില്ല. കൊന്നുകളയും. ശിവ, നീ ഇപ്പോൾ വേണ്ടത് പാറിൻ്റെ അടുത്ത. അങ്ങോട്ട് ചെല്ല്. അതായിരിക്കും നല്ലത്. നിന്നെയൊക്കെയാണല്ലോ അവൾ ചേട്ടനായിട്ട് കൊണ്ടു നടക്കുന്നത്. ഛേ. ജാനിയേച്ചി, ടേബിൾ മൊത്തവും വൃത്തിയായിട്ട് കിടക്കുക. പിന്നെ കൂട്ടത്തിൽ കുപ്പിച്ചില്ലുണ്ട്, ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യണം. ഒന്ന് വൃത്തിയാക്കി പെട്ടെന്നിട്ട്. അച്ഛനെന്തിനാ ഇവിടെ നിൽക്കുന്ന? അവൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയതല്ലേ. ഇപ്പോൾ റെസ്റ്റ് എടുത്തോ, നമുക്ക് പിന്നെ സംസാരിക്കാം. സഞ്ജു എന്താ നോർമലായിട്ട് സംസാരിക്കുന്ന? അവന് ഒന്നും മനസ്സിലായി കാണൂലേ? എന്നാൽ എൻ്റെ നെഞ്ച്, ഇതെന്താ ബ്ലഡോ? എനിക്ക് വയ്യ.
അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലടാ. സീതേച്ചിയുടെ മരണത്തിന് നിന്റെ അച്ഛൻ കാരണമാണെന്നറിഞ്ഞ അന്നോട്ട് ഞാനിത് മനസ്സിൽ കണ്ടതാ. പക്ഷേ അമ്മയ്ക്ക് അതിനുള്ള ധൈര്യം ഇല്ലാണ്ട് പോയി. എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു, അന്നേ തീർന്നേനെ. പേഷ്യന്റ് കുറച്ചൊക്കെ റിക്കവർ ആയിട്ട് വരുന്നുണ്ട്. ഒരുപാട് പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കുട്ടി. മാത്രമല്ല ഈ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റാ. ആള് 4 വീക്സ് പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റോ? ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു ഡോക്ടർ മോള് പ്രഗ്നന്റ് ആയിരുന്നു എന്ന്. സ്റ്റൊമക്കില് വീഴോ അല്ലെങ്കിൽ ആഴത്തിൽ എന്തോ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുട്ടിക്ക് കുഴപ്പമില്ല. പ്രോപ്പർ റെസ്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അബോർട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പാർവതിയെ ഞാൻ വീട്ടിൽ കൊണ്ടുപോവാം. ഞാൻ അവളെ പ്രോപ്പറായിട്ട് നോക്കിക്കോളാം. ആർ യു സീരിയസ്? ബെഡ് റെസ്റ്റ് ആ കുട്ടിക്ക് ആവശ്യം. പിന്നെ ഹോസ്പിറ്റലിലല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ പറ്റുമെന്ന്? എനിക്ക് പറ്റും. ഞാൻ ഡിസ്ചാർജ് ചെയ്യാം. മോനെ, ഡോക്ടർ പറയുന്ന കേക്ക്. ആൾക്കിപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഇതല്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവളെ ഞാൻ സംരക്ഷിച്ചോളാം. എന്നിട്ടും എന്നിട്ടും എന്തേ നീ നിന്റെ നെറുകയിലൊരു മുത്തം തന്നില്ല? ദേവേട്ടാ, നമ്മൾ അങ്ങോട്ടാ പോകുന്നേ? പറൂന് ദൈവേട്ടന് വിശ്വാസമില്ലേ? ദൈവേട്ടൻ നോക്കിക്കോളാം. കണ്ണിലെ കൃഷ്ണമണി പോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. മെല്ലെ എൻ മേനിയിൽ തൊട്ടു വിളിക്കൂ. എന്നോട് ക്ഷമിക്ക് പാറു. ഞാൻ ഉണ്ടാവണമായിരുന്നു കൂടെ. വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ നിൽക്കണമായിരുന്നു നിൻ്റെ കൂടെ. പക്ഷേ പോട്ടെ, നീ ഉറങ്ങിക്കോ. ദേവേട്ടാ, പോവല്ലേ? എൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കോ? ഞാനിവിടെ തന്നെ ഉണ്ട്. എങ്ങും പോവില്ല. ഇനി എങ്ങും ഒറ്റയ്ക്കേക്ക് ഞാൻ പോവില്ല. ദൈവേട്ടനോട് ദേഷ്യമുണ്ടോ ഒറ്റയ്ക്കേക്ക് പോയേന്? ഞാനല്ലേ ദേവേട്ടൻ പറഞ്ഞത് കേൾക്കാത്ത? എന്നോട് ഒറ്റയ്ക്കെങ്ങും പോവല്ലെന്ന് പറഞ്ഞ് ഞാനല്ലേ ഒറ്റയ്ക്ക് പോയേ? ഏയ് കരയണ്ട, പോട്ടെ. ഒന്നുമില്ലടാ, ഉറങ്ങിക്കോ. ഞാൻ എൻ്റെ അടുത്ത്. ദേവേട്ട, നമ്മൾ പാരൻസ് ആവാൻ പോവാണെന്നുള്ളത് പറയാനാ ഞാൻ വന്ന്. എനിക്ക് വയറൊക്കെ വേദന എടുക്കുന്നു. ഒന്നുമില്ലടാ, നമ്മുടെ കുഞ്ഞിനും നിനക്കും ഒന്നുമില്ല. പെട്ടെന്ന് ശരിയാവും. പോട്ടെ. വേറെ വേദനിക്കുന്നുണ്ടോ നിനക്ക്? പാറു, വീട്ടിൽ ഞാൻ ഒന്നിനെയും ഇത് ചെയ്തവന്. പാറു, നീ ഒന്നും ആലോചിക്കണ്ടേ. ഉറങ്ങിക്കോ. ദേവേട്ട, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാലും എൻ്റെ അടുത്തൊന്നും പോവരുത് പ്ലീസ്. ദൈവത്തിന് നീ എങ്ങും പോവില്ല. നിൻ്റെ കൂടെ തന്നെ കാണും. ഉറങ്ങിക്കോ. ശിവ, ഞാൻ എല്ലാം അറിയാൻ വൈകിപ്പോയി. മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും. നിന്നെ മനസ്സിലാക്കാതെ ഞാനും ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ എല്ലാം അതിൻ്റെതായ സമയത്ത് അറിയുന്നല്ലേ പറയാറ്. പാറു അവള് ഓക്കെ അല്ലേ? അവളുടെ ഏട്ടനെ എനിക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇനി അവൾക്കൊരു കുഴപ്പം വരില്ല, അതെൻ്റെ വാക്ക. അച്ഛൻ അറിയാലോ, ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ രാത്രി. പാറുവിനോട് ഇപ്പം പറയണ്ട. ഇപ്പം തന്നെ ഒരുപാട് തകർന്നിരിക്കുകയല്ലേ, നമുക്ക് പിന്നെ പറയാം. അയാളെ പോയത് നന്നായി. ഇല്ലെങ്കിൽ വേദനിപ്പിച്ച് ഞാൻ പറഞ്ഞു വിടുമായിരുന്നുള്ളൂ അയാളെ. അതൊക്കെ പോട്ടെ, എന്തായി? റിപ്പോർട്ട് നോർമൽ ഡെത്ത് തന്നെയാണല്ലോ അല്ലേ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ നോർമലാ. ഫുഡ് പോയ്സൺ, അത്രയേ ഉള്ളൂ. അതായിരിക്കും, അതാവണം. പറു, ഞാൻ മെഡിസിൻ എടുത്ത് വെച്ചു. നീ കഴിച്ചായിരുന്നോ? വേറെ നിനക്ക് എന്തെങ്കിലും വേണോ? ദേവേട്ട, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ മെഡിസിനൊക്കെ കഴിച്ചു. എനിക്കൊന്നും വേണ്ട തൽക്കാലം. ദേവേട്ട, 1 മാസമായി ഞാൻ ഈ റൂമിൽ തന്നെ. എന്നെ ഒന്ന് പുറത്തിറക്കോ? പുറത്തോട്ടൊന്നും വേണ്ട, താഴെ അമ്മയുടെ അടുത്തൊന്നും ഞാൻ ഇരുന്നോട്ടെ. നിനക്ക് അമ്മയെ കാണണോ? ഞാൻ ഇങ്ങോട്ട് വരാൻ പറയാം. നീ എങ്ങും പോകണ്ട. എങ്ങാനും തട്ടി വീണ ശരിയാവില്ല. ഞാൻ അമ്മ ഇങ്ങോട്ട് വിളിക്കാം. എന്നെ എന്തിനാ ദേവേട്ട ഇങ്ങനെ ഈ റൂമിൽ തന്നെ തടഞ്ഞു വെക്കുന്നത്? എനിക്കൊരു ആഗ്രഹമില്ലേ വെളിയിട്ടൊക്കെ ഇറങ്ങാൻ? ഞാൻ പോവും. വെളിയിലോട്ടൊന്നും പോവില്ല. താഴെ ഹാളി വന്നിരിക്കും, അത്രയേ ഉള്ളൂ. പറു, നീ എന്താ ഈ ദേവേട്ടനെ കേൾക്കാത്ത? എന്താ ദേവേട്ട? പറു, അന്ന് ഇതുപോലൊരു അവസ്ഥയില്ല ഞാൻ നിന്നെ ഇട്ടിട്ട് മാറിയേ. അന്ന് ഞാൻ പറഞ്ഞ് കേൾക്കാതെ നീ ഒറ്റയ്ക്ക് വന്നു. ഇന്ന് ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ല. എനിക്ക് പേടിയാണ് നിന്നെ ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും വിടാൻ. ദേവേട്ട, അന്ന് ഞാൻ നമ്മൾ പാരൻസ് ആവാൻ പോകുന്നു പറയാൻ വേണ്ടിയിട്ടാണ് അന്ന് ഒറ്റയ്ക്ക് വന്നത്. പക്ഷെ ഇന്നെനിക്കറിയാം ഞാൻ എങ്ങും പോകുന്നില്ല, താഴെയല്ലേ.
നിനക്ക് എന്ത് വേണോ പറ, ഞാൻ ഇവിടെ കൊണ്ടെത്തിക്കാം. നിനക്കും കുഞ്ഞിനും എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ പാറു, ഞാൻ പറയുന്നത് കേൾക്ക് നീ. വേണ്ട. ശരി, ഞാൻ പോകുന്നില്ല. ഇനി വാ, സങ്കടപ്പെടണ്ട. കുഞ്ഞിനും എനിക്കും ഒന്നും പറ്റില്ല. നീ സ്വർഗണമാ വാതിലടഞ്ഞൊരു സുഖമേ, ഇനി നിൻ മുഖമെങ്ങനെ കാണും? ദൂരെ മടഞ്ഞൊരു കുയിലേ, ഇനി നിൻ മൊഴി എങ്ങനെ കേൾക്കും? നീ പെയ്തു തീരാത്ത മഴയോ. ഒരു കാര്യം പറയാം, അണ്ടെങ്കിൽ ഒതുങ്ങി നിന്നോളാം. അത്രയും കരഞ്ഞ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന. കല്യാണം കഴിഞ്ഞതും നിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും. പറഞ്ഞാൽ മനസ്സിലായല്ലോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കല്യാണം എനിക്ക് കാണണ്ടേ? എന്താ സഞ്ജുവേട്ടനും ജിതിൻ സാറും ദാ വരുന്നു. മിണ്ടാതിരിക്കേ. ഇങ്ങോട്ട് വാ, ഞാൻ കൂടെ നിൽക്കാം. മഗമരി മഗരി സനി രേ സ പമഗ മത മഗരി സനി രേ സ ഗമ സനി സ ധനി മദ ഗമരി ഗ സ നി സ ധ നി സ നി സ മ ഗ ഗ നി സ പ മ മ ഗ സനി സ ഗ മ ഗ രി നി ധ മ മ ഗ ഗ മ ഗ ക ഗ മ രി ഗ നി രി നി ഗ രി മ ഗ രി സ പ മ ധ മ നി ധ നി മ ധ ഗ മ രി ഗ സ മലർകൾ കേട്ടേ വനമേ തന്തനേ തണ്ണീർ കേട്ടേൻ അമൃതം തന്തനെ എதை நான் കേൾപ്പിൻ. ദേവട്ട, അവര് 4 പേരും ഈ കല്യാണ വേഷത്തില് നല്ല ഭംഗിയുണ്ടല്ലേ? അതെ, പക്ഷേ അവരെക്കാളും സുന്ദരി എൻ്റെ ഈ പാറുക്കുട്ടിയ അല്ലേ? ദേവട്ട മതി, എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. നിർത്തിക്കോ. എൻ്റെ വയറ്. മഹാദേവ, എനിക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ സമാധാനമായിട്ട്. പാറു, നിനക്കെന്ത് പറ്റി? വയ്യേ? ഹോസ്പിറ്റലിൽ പോകണോ? ഏയ്, ഒരു അസ്വസ്ഥത പോലെ കിടക്കാൻ പറ്റുന്നില്ല ദേവേട്ട. എണീക്ക്. എന്ത് ചെയ്യാൻ പോവാ? ദേവേട്ടൻ കിടന്നു, ഞാൻ കിടന്നോളാം. നിൽക്ക്, ലൈറ്റ് ഇടട്ടെ. ദേവേട്ടൻ്റെ ഉറക്കം പോയല്ലേ? കിടന്നു, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നിന്നെയും കുഞ്ഞുമാവൻ കാണും. ഒന്നുമല്ല എനിക്ക്. ബാ, ചേർന്ന് കിടന്നോ. പാട്ട് കേട്ട് കിടന്നോ. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാം. നന്ദി ദേവേട്ട. അതിൻ്റെ പെയിൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നോ? ഡോക്ടർ എന്താ പറഞ്ഞേ? പെയിൻ വന്നിട്ട് വീട്ടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന. ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പാറുവിനെ വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? എന്റെ പൊന്നു ദൈവട്ട, എന്താ ഇത്? അവക്കാണോ ഡെലിവറി പെയിൻ? നിനക്കാണോ? കുറെ നേരമായാലോ ഈ കിടന്ന് വെപ്രാളം കാണിക്കുന്നു. സഞ്ജുട്ടാ, പാറുന്റെ കരച്ചില് ഇന്ന് വരെ കേൾക്കാലോ. കേട്ട് പഠിച്ചോ. ഇനി ഒരു 7 മാസം കഴിഞ്ഞാൽ ഇതുപോലെ കൂവിക്കിടന്ന് വിളിക്കാനുള്ളതാ. എല്ലാം നോക്കി പഠിച്ചു വെച്ചോ. അതെ, ശ്രീപാർവതിയുടെ ബന്ധുക്കൾ നിങ്ങളല്ലേ? ഒന്ന് അകത്തേക്ക് വാ. ആ കുട്ടി ബന്ധുക്കളെ കാണാതെ ഇനി പ്രസവിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക. ഒന്ന് അകത്തേക്ക് വരുവാവോ? പാവം എൻ്റെ പാറു, അവൾക്ക് എന്നെ കാണാണ്ടിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. വേദന വന്നാൽ അപ്പം ഞാൻ അടുത്ത് വേണം. ഞാൻ പോവാം. അമ്മ വരുന്നെങ്കിൽ വന്നോ. അയ്യോ, ഞാനിപ്പോ ചാവേ. എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇത്. പാറു, നിങ്ങളോ പൊക്കോന്റെ മുന്നിൽ നിന്ന് എന്തിനാ മനുഷ്യ എന്നോട് ഈ ദ്രോഹം കാണിച്ചാൽ? ഞാൻ ഇവിടെ മരിച്ചോണ്ട്. പാറു, ഞാൻ ദേവേട്ടനാ, നിന്റെ സാറാ. നിങ്ങൾ ഒരു സ്റ്റഡ് അടിക്കാൻ എന്നെ സമ്മതിച്ചില്ല. പക്ഷെ ഇപ്പതാ ഞാൻ ഇവിടെ കിടന്ന് നൊന്ത് പെടയാ മനുഷ്യ. പൊക്കോന്റെ മുന്നിൽ നിന്ന് എല്ലാരും ഇറങ്ങിപ്പോക്കോ, എനിക്ക് ആരും കാണണ്ട. എന്നാലും അവൾ എന്നെ എന്തടിയാ അടിച്ചത്? എൻ്റെ കുഞ്ഞൊന്ന് പുറത്ത് വന്നോട്ടെ, നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്. എന്നാലും കാർക്കുവി പോയപ്പം അടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പാവം. അളിയ, പാറൂര് അളിയനില്ലാണ്ട് പറ്റില്ല അല്ലേ? ഇപ്പം മനസ്സിലായി എന്തുകൊണ്ടാന്ന്. അതെ, അധികം ചിരിക്കണ്ട. 7 മാസം കഴിഞ്ഞ് ഇതിനേക്കാൾ അപ്പുറം കിട്ടാൻ ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പോരെ? അതെ, ശ്രീപാർവതിയുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. ആൺകുട്ടിയെ കുട്ടി ക്ലീൻ ചെയ്തോടെ നിങ്ങൾക്ക് കയറി കാണാം. ശരിയെന്നാ. അമ്മ നോക്കി, എൻ്റെ പൊന്നു. പാറൂട്ടി, നീ ഓക്കെ അല്ലേടാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ദേവേട്ടൻ എന്തിനാ കരയുന്നത്? ഞാൻ ഓക്കെയാ. നോക്കി, നമ്മുടെ കുഞ്ഞ് ഉറങ്ങുവാൻ. അപ്പോൾ മുത്തുമണികളെ, നമ്മുടെ ഈ സ്റ്റോറി ഇവിടെ
ഇവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് പുതിയ സ്റ്റോറിയുടെ വീണ്ടും കാണാനേ. പിന്നെ ഈ സ്റ്റോറിയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത സ്റ്റോറിയിലും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ശിവന്റെയും പാർവതിയുടെയും സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ പകരം ചന്ദ്രസുധ എന്ന് പറഞ്ഞ പുതിയ സ്റ്റോറിയായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഈ സ്റ്റോറി തന്ന സപ്പോർട്ട് ഞങ്ങൾ അതിലും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റോറിയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും തരാ. അപ്പം നമുക്ക് ഹായ് പറഞ്ഞ് തുടങ്ങാം. 2 കുട്ടികൾക്ക് ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ അമൃതയും പിന്നെ റസിയ ഷഫീഖിനും. ഇനി ഹായ് പറയാനുള്ളവർ റസിയ, ദിയാൽ, ശ്രേയ, സർഗ, ജോമോൾ, നെച്ചു, ഹണിമോൾ, അച്ചൂസ്, ഐശ്വര്യ, ശ്രീലക്ഷ്മി, അമീന, സനു, ഫിഷ, അൻലിയ, കപ്പ് കട്ട് കവർ, അതേതൊരു ചാനലാട്ടോ, പേര് പറഞ്ഞിട്ടില്ലായിരുന്നു, ആനി കുര്യൻ, ശ്രീജ അരവിന്ദ്, വൈഗ, നവമി കുക്കു, ദുർഗ, തസ്നി, തൻസി, ഷിഫ നൗറിൻ, ഭവ്യ പ്രഭ, ദേവിക, ശിവ, അനന്യ, ആനിമേഷൻ ആർമി ഗേൾ, തെരേസ, ത്വയ്ബ, കാമിനി, ഇറ്റ്സ്മി ജിത്തൂസ്, വൈഡു, ഇസ്ര നാസർ, നിഷ, കിം ജീന, സിയാന, ബിസ്മിത, പ്രജീഷ. അപ്പോൾ ഇവർക്കൊക്കെ ഹായ്, ലവ് യു. ഓരോരുത്തർ സെപ്പറേറ്റ് ആയിട്ട് ലവ് യു പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഓരോരുത്തരായിട്ട് പറയുന്നതിനേക്കാളും എല്ലാവർക്കും ഒരുമിച്ച് എൻ്റെ ലവ് യു. തിരിച്ചും പറഞ്ഞവർക്കും ഹായ്. പിന്നെ എനിക്ക് അഞ്ജന, ത്രിലോക്യ, നീരു മാളു, ആനിമേഷൻ ഗേൾ ആർമി. എനിക്കും കുറച്ച് പേര് പറയാനുണ്ട്. അനന്യ, ജോമോൾ, ബിസ്മിത. ഇവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹായ്, ലവ് യു. അങ്ങനെയാണെങ്കിൽ എനിക്കുണ്ട് അച്ചൂസും പിന്നെ അല്ലുവും. ഇവർക്കും ലവ് യു. ഒരാളെ മറന്നുപോയി, സ്ട്രോ ബനാന. ഹായ്. ഇതെങ്കിലും ശരിയായില്ലെങ്കിൽ ഇനി ഞാൻ പറയൂല ഹായ് ഈ പേരിന്. അപ്പോൾ പിള്ളേരെ, നമ്മുടെ ഈ പ്രൊഫസറിൻ്റെ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ സ്റ്റോറി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. തരാ.